Good morning, Miss. Good morning. വേറെ ആരാണ് ഞാനാണ് മാം. പറഞ്ഞോടാ. ഈശ്വര ജഗദീശ്വര തവ ശരണം ശരണം നിമാനസം. ഈശ്വര ജഗദീശ്വര ജ്ഞാനദീപ്തി തെളിച്ചു നീ മമ മാനസേ നിറയേണമേ. ജ്ഞാനദീപ്തി തെളിച്ചു നീ മമ മാനസേ നിറയേണമേ. സ്നേഹമായ സരസ്വതി സ്നേഹമായ സരസ്വതി ഹൃദയത്തിലും നിറയേണമേ. ഈശ്വര ജഗദീശ്വര തവ ശരണം ശരണം മാനസം. ഈശ്വര ജഗദീശ്വര. സൈനിങ് ആൻഡ് തോട്ട് ഓഫ് ദ ഡേ പ്രസ് ചെയ്തോട്ടോ. തോട്ട് ഓഫ് ദ ഞാനാണ് മാം. ഹലോ. ഇഫ് യു വാണ്ട് ടു ഡു സംതിങ് ഡിഫറെന്റ്, നിനക്ക് എന്ത് ചെയ്യാൻ കഴിയില്ലെന്ന് നിനക്ക് തോന്നുന്നു അതുതന്നെ നീ ചെയ്യണം. ചിലപ്പോൾ തോറ്റുപോയെന്ന് വരും, പക്ഷെ അപ്പോഴും നിനക്ക് അഭിമാനത്തോടെ പറയാം, ഐ ആം ഡിഫറെന്റ്. താങ്ക് യു മാം. താങ്ക് യു. നല്ല തോട്ടാണ്. പറഞ്ഞോടാ. Good morning, ma'am, and good morning, my dear friends. I am Jerusha. I hope you all are doing well. I am doing fine. Today, I will do the sign in for Ashwati ma'am, and all my classmates are invited to our class today. Let's start today's class with a quote from Albert Einstein. Life is like riding a bicycle. To keep your balance, you must keep moving. Thank you, Ashwati ma'am, for sharing your valuable time with us. എന്റെ പേരറിയോ? അപർണ മാം ആണ്. ഓക്കെ, അശ്വതി ടീച്ചറുടെ പേര് വയ്യ, അപ്പൊ മിസ്സിന്റെ ക്ലാസ്സിനെ കോമൻസ് എടുത്തിരിക്കണേ കേട്ടോ. Sorry, ma'am. കുഴപ്പമില്ലടാ, മനസ്സിലാവും. ടീച്ചറുടെ പേര് വയ്യ, ഒട്ടും വയ്യ, അതുകൊണ്ടാണ്. പനിയാണോ മാം? അല്ലടാ, ശ്വാസം ഒട്ടും പിന്നെ ഒട്ടും സംസാരിക്കാനൊന്നും പറ്റുന്നില്ല, അതുകൊണ്ടാണ്. നമ്മള് എവിടെ വരെ ഡിസ്കസ് ചെയ്തു, ഓർമ്മയുണ്ടോ? ആങ്കറും പിന്നെ ഹാപ്പിനെസ് ആൻഡ് സാഡ്നെസ് അവിടെ വരെ. പിന്നെന്താ പറയുക, സോഷ്യൽ ഇമോഷണൽ നീഡ്സ് പറഞ്ഞോ, ലവ്, സെക്യൂരിറ്റി, ഇല്ലല്ലോ, സ്റ്റാർട്ട് ചെയ്യണം. പറയണം മാം, ആങ്കർ ആയിട്ടില്ലല്ലോ. ആങ്കർ വരെയും പറഞ്ഞു നിർത്തി. നമ്മള് ഇമോഷൻസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. നമ്മള് അഫെക്ഷൻ എന്ന് പറയുന്ന ഇമോഷനെ കുറിച്ച് പറഞ്ഞു, ഹ്യൂമറിനെ കുറിച്ച് പറഞ്ഞു, നിങ്ങളും പറഞ്ഞു, ഫിയർ, അതേപോലെ ആങ്കർ, പിന്നെ നമ്മൾ ആഡ് ചെയ്ത ഹാപ്പിനെസ്, സാഡ്നെസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇമോഷൻസ് ആണ്. ഇനി നമ്മള് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ ഇമോഷണൽ നീഡ്സിനെ കുറിച്ചിട്ടാണ്. സോഷ്യൽ ഇമോഷണൽ നീഡ്സ് നമുക്ക് എല്ലാവർക്കും നമ്മളൊക്കെ ഇഷ്ടപ്പെടണം, ആരെങ്കിലൊക്കെ സ്നേഹിക്കാനൊക്കെ വേണം, അതേപോലെ തന്നെ ഒരു സെക്യൂരിറ്റി, ഫീൽ ഓഫ് സെക്യൂരിറ്റീസ് ഒക്കെ ഫീൽ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെയാണ് കുട്ടികളും നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? അവരിഷ്ടപ്പെടണം. കുഞ്ഞു മനസ്സല്ലേ, അപ്പൊ അവരെ എല്ലാവരും ഇഷ്ടപ്പെടണം. അവർക്ക് നമ്മളുടെ അടുത്തേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അമ്മമാർക്ക് അറിയാൻ പറ്റും അവർ ഏറ്റവും സെക്യൂർഡ് ആയിട്ടുള്ള വിചാരിക്കുന്ന പ്ലേസ് ഏതാണ്? അമ്മയുടെ അടുത്തായിരിക്കും. എന്നുവെച്ചാൽ അമ്മയുടെ അടുത്ത് അത്ര സേഫ് ആണെന്നാണ് കുട്ടികളുടെ ഒരു എന്താ പറയാ ഒരു മൈൻഡ് റെസ്റ്റ്. അപ്പൊ
സേഫ് ആയിട്ടുള്ള പ്ലേസ് ആണ്. ഇപ്പം നമ്മുടെ കുട്ടികൾ രാത്രിയൊക്കെ ഉറക്കത്തില് കരയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം, നമ്മള് കുട്ടികളോട് പറയും അമ്മ ഉണ്ടിട്ടാ, പേടിക്കണ്ടട്ടാ, ഓരോ അവിടെയിട്ടോട്ടാ എന്ന് പറയും. അപ്പൊ അമ്മ ഉണ്ടായിരുന്നു, നമ്മളുണ്ട് എന്ന് പറയുമ്പോൾ അവർക്കൊരു ഫീൽ ഓഫ് സെക്യൂരിറ്റി ആണ്. ഏത് പ്രശ്നം വന്നാലും നമ്മളെപ്പോഴും കൂടി ഉണ്ടാകും എന്ന് ഒരു ഫീലാണ് നമ്മൾ കുട്ടികൾക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. കാരണം അവരുടെ ലൈഫിൽ ഇനി എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അവർക്കൊരു ഫീല് വേണം, എന്തൊരു പ്രശ്നം ഞാൻ ഫേസ് ചെയ്താലും എന്റെ കൂടെ എന്റെ പാരന്റ്സ് ഉണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എന്റെ പാരന്റ്സ് ഉണ്ട്. എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് എനിക്ക് എന്റെ പാരന്റ്സിനോട് തുറന്ന് പറയാനായിട്ട് പറ്റും എന്നുള്ള ധൈര്യമുണ്ട്, കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഏത് കുട്ടിക്കും മുന്നോട്ട് എന്ത് ചെയ്യാൻ പറ്റും, ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈസി ആയിട്ട് പറ്റും. സപ്പോർട്ടീവും നല്ല കെയറിങ്ങും നല്ല ലവിങ്ങും നല്ല പാരന്റ്സ് ആണെങ്കിൽ കുട്ടികൾക്ക് നല്ല എന്താ പറയാ നല്ലൊരു ഭാവിയിലേക്ക് പോകാനായിട്ട് അല്ലെങ്കിൽ നല്ല ഫ്യൂച്ചറിൽ ബിൽഡ് ചെയ്യാനൊക്കെ അവർക്ക് എളുപ്പം പറ്റും. കാരണം നമ്മളിപ്പോ ഒരു എക്സാമിന്റെ കാര്യത്തിലായാലും എന്തൊരു കാര്യത്തിലായാലും അവർ സപ്പോർട്ട് ചെയ്യുന്ന പാരന്റ്സ് ആണെങ്കിൽ, ഫ്രണ്ട്ലി മൈൻഡഡ് ആയിട്ടുള്ള പാരന്റ്സ് ആണെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. These are two main factors which contribute to the healthy growth of the mind. ഇത് രണ്ടുമാണ്, ഏത് ലവ് സെക്യൂരിറ്റിയുമാണ് ഒരു ഹെൽത്തി ഗ്രോത്ത് ഓഫ് മൈൻഡിന്റെ ഹെൽത്തി ആയിട്ടുള്ള മെയിൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നെസസറി ഫോർ എ ചൈൽഡ് ടു ഹാവ് എ ഫീലിംഗ് ഓഫ് ബീങ് വാണ്ടഡ്. അപ്പൊ നമുക്ക് കുട്ടികളുടെ ഒരു ഫീലിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്താണ്, കുട്ടികളെ വേണം എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും പറയില്ലേ, കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര കെയറിങ് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് കുട്ടികൾക്കുള്ളത്. അപ്പൊ അവരെ ഒന്ന് പുഞ്ചരിപ്പിക്കണം അല്ലെങ്കിൽ ഒന്ന് കൊഞ്ചിക്കണം, അവര് ഭയങ്കര ഒരു ഫീലിംഗ് ഓഫ് പിന്നെ അതേപോലെ ഫീലിംഗ് ഓഫ് ബീങ് വാണ്ടഡ്, അവർ നമുക്ക് വേണം എന്നുള്ള തിങ്കിങ്. അപ്പൊ ബീങ് റിക്വയർഡ് ബൈ അതേഴ്സ്, അപ്പൊ ആ ഫീലാണ് അവർക്ക് ഉള്ളത്. എ സേഫ് ഫീലിംഗ് ദാറ്റ് ഹി ആൻഡ് ഷീ ഹാസ് സർട്ടൻ പ്ലേസ് ഇൻ ദ ഫാമിലി ആൻഡ് സൊസൈറ്റി. നമ്മുടെ ഫാമിലിയിൽ അത് സേഫ് ആണെന്നുള്ള ഫീലിംഗ് ആണ്. നമ്മുടെ ഫാമിലിയിലേക്ക് വരുമ്പോൾ അവർ വേറെ പുറത്തുനിന്നുള്ള ഒരു എന്താ പറയുക ഒരു ഡിസ്റ്റർബൻസും അവരെ അഫക്ട് ചെയ്യുന്നില്ല. പിന്നെ എന്തൊരു ഡിസ്റ്റർബൻസും കുട്ടികളെ അറിയിക്കാതെയാണ് നമ്മൾ വളർത്തുന്നത്. അപ്പൊ ഒരു ഫീലിംഗ് ഓഫ് സേഫ്റ്റി, സേഫ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് പാരന്റ്സ് ആൻഡ് ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ് ഓൺ ദ പാർട്സ് ഓഫ് ദ പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ് ടുഗദർ വിത്ത് പ്രോപ്പർ ഗൈഡ് വെനെവർ റിക്വയർഡ്. ഓക്കെ, നമ്മൾ നല്ല അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള പാരന്റ്സ് ഉണ്ട് കുട്ടികൾക്ക്, നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സും പാരന്റ്സും ആണെങ്കിൽ കുട്ടികൾക്ക് നമുക്ക് ഗൈഡ് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും. അവരോട് തെറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് ആ തെറ്റിന്നതാണ് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. അതേപോലെ നമുക്ക് അവരുടെ ഡെവലപ്മെന്റിൽ ഒത്തിരി കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും, ഒരു പോസിറ്റീവ് സെൽഫ് ഇമേജ് ബിൽഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും, ഇമോഷണൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. സൊസൈറ്റി ആയിട്ട് അവനെങ്ങനെ അഡ്ജസ്റ്റ് ആകണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായൊരു ധാരണ, അല്ലെങ്കിൽ സൊസൈറ്റി ഇന്നതാണ്, ഇതിനെ കുറിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ആവണം. അതേപോലെ കുട്ടികളുടെ ഇമോഷൻസ് സെൽഫ് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ഫാമിലിയിൽ പഠിപ്പിക്കുകയാണ്. നോക്കാം. ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് അണ്ടർസ്റ്റാൻഡിങ് കഴിഞ്ഞിട്ട് നിങ്ങൾ ടെസ്റ്റിൽ എന്താ വന്നിരിക്കുന്നത്? പേഷ്യന്റ് ആണ്, പാരന്റ് എന്നാണ് കേട്ടോ, പാരന്റ് ആണ്. അത് വെട്ടിയിട്ട് മാറ്റണം, അതിന് വെട്ടിയിട്ട് പാരന്റ് എന്ന് എഴുതണം, അവിടെ പാരന്റ് എന്ന് എഴുതണം കേട്ടോ, അത് വെട്ടിയിട്ട് പാരന്റ് എന്നാക്കിപ്പോ ഇത് കേട്ടോ, കേക്കാണ് പാരന്റ് ആണ്. പേഷ്യന്റ് വരേണ്ട കാര്യമില്ലല്ലോ, പാരന്റ് എന്നാണ് ഇതിന്. Parent and friendly attitude on the part of the parents, teachers together with proper guidance whenever required. Contribute strongly in developing self-confidence. കുട്ടികൾക്ക് നല്ല സെൽഫ് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എ പോസിറ്റീവ് സെൽഫ് ഇമേജ്, നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള സെൽഫ് ഇമേജ് ഡെവലപ്പ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇമോഷണൽ സെക്യൂരിറ്റി, ഇമോഷണൽ സെക്യൂരിറ്റി 70 ആണ് പേജ് നമ്പർ. ഇമോഷണൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അഡ്ജസ്റ്റ്മെന്റ് ഇൻ സൊസൈറ്റി, സൊസൈറ്റിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. കാരണം സൊസൈറ്റി അല്ലെങ്കിൽ സൊസൈറ്റിയിലുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ആയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളും. ആൻഡ് സെൽഫ് കൺട്രോൾ ഇൻ ദ ചൈൽഡ്, ഒത്തിരി ഇമോഷൻസ് ഉണ്ട് അല്ലെ നമ്മുടെ വീട്ടില്, ഒത്തിരി ചിലപ്പോൾ ഇമോഷണൽ ബ്രേക്ക് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നമുക്ക് ആ സമയത്തൊക്കെ പെട്ടെന്ന് ദേഷ്യം വരും. അപ്പൊ നമുക്ക് സെൽഫ് കൺട്രോൾ വേണം. നമ്മുടെ ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നത് ലവ് ആൻഡ് സെക്യൂരിറ്റി ആണ്. നമ്മളുടെ ഫാമിലിയുടെ അകത്തുള്ള ലവും സെക്യൂരിറ്റി, അത് ഫീലിംഗ് ഓഫ് സെക്യൂർ,
എന്നുള്ള ഫീലിംഗ് ആണ് കുട്ടികളിൽ ഇത്രയും കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഡിപെൻഡൻസ് ആണ്. ഓക്കെ, നമ്മൾ പറയും കുട്ടികളിൽ ഫ്രീ ആയിട്ട് വിടണം, ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് വിടണം. എന്റെ അഭിപ്രായവും സെയിം ആണ്. അവരുടെ ഏജിനനുസരിച്ചിട്ടുള്ള ആക്ടിവിറ്റീസ് അവരെ കൊണ്ട് ചെയ്യിക്കണം. കാരണം ഇൻഡിപെൻഡന്റ് ആവാനായിട്ട് നമ്മൾ കുട്ടികളെ കുറച്ച് ഫ്രീ ആയിട്ട് വിടണം. കാരണം അല്ലെങ്കിൽ എപ്പോഴും അവരെന്തായിരിക്കും നമ്മളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഫുള്ളി നമ്മൾ എന്ത് ചെയ്തോണ്ടിരിക്കും, ഡിപ്പെൻഡ് ആയിരിക്കും. സോ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ നല്ല കുട്ടികളുടേതായ കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യിക്കുക. ഇപ്പോ ജസ്റ്റ് ഒരു ഗ്ലാസ് അല്ലെങ്കിൽ അത് വെള്ളം കുടിച്ച് ഗ്ലാസ് കൊണ്ടുവന്ന് ചെറിയ കുട്ടികളാണെങ്കിൽ വാഷ് ബേസിന്റെ അടുത്ത് വെക്കാനും, അല്ലെങ്കിൽ ഒത്തിരി മുതിർന്ന കുട്ടികളാണെങ്കിൽ അത് കഴുകി ക്ലിയർ ആയിട്ട് എവിടെയാണോ അതിന്റെ പ്ലേസ് അവിടെ വെക്കാനും, പിന്നെന്താണ് അങ്ങനെ ചെറിയ ചെറിയ ടാസ്കുകൾ നമ്മൾ എന്ത് ചെയ്യുക, കുട്ടികളെ ചെറുപ്പത്തിലേ പഠിപ്പിക്കാം. അപ്പോ അവരുടേതായ കാര്യങ്ങൾ അവർക്ക് സ്വയമേ ചെയ്യാനായിട്ട് പറ്റും. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ക്യാരക്ടറാണ്. അപ്പൊ ഞാനിപ്പോ എന്റെ മക്കളെ കൊണ്ട് ചെയ്യിക്കുന്നത് കൊണ്ട് പറയാണ്, നല്ലൊരു കാര്യമാണ്. കാരണം നമ്മളിപ്പോ ഒന്ന് പ്രോത്സാഹിപ്പിച്ചു വിട്ടാൽ മതി. എന്റെ മോന് 2 വയസ്സാവണം. അപ്പൊ അവൻ ഈ ചെറുപ്പത്തിൽ 1.5 വയസ്സുള്ള സമയത്ത്, നടന്നു തുടങ്ങിയ സമയത്ത് എവിടെ പാത്രം കണ്ടാലും അവൻ എനിക്ക് കൊണ്ടുതരും. ഞാൻ അടുക്കളയിലാണെങ്കിൽ കൊണ്ടുതരും, കിച്ചണിലേക്ക് കൊണ്ടുതരും. ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇങ്ങനെ കൊണ്ടുതരാൻ തുടങ്ങിയപ്പോൾ ഞാൻ എന്താ പറയും, കൊണ്ടുതരും. ഞാൻ പറയും താങ്ക് യു, നല്ല കുട്ടിയാണ്, ഗുഡ് ബോയ് ആണ്. അവന് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അവനെ ക്ലാസ് ചെയ്തിട്ട് നടന്നു പോകും. ഇപ്പൊ സ്ഥിരമായിട്ട് എവിടെ പാത്രം കണ്ടാലും അല്ലെങ്കിൽ ഹാളിലൊക്കെ ആണെങ്കിൽ ചായ കുടിച്ചിട്ട് ഗ്ലാസ് എടുക്കുന്നുണ്ടാവും. സോ എന്ത് ചെയ്യും, അവനത് നല്ല സേഫ് ആയിട്ട് കൊണ്ടുവന്ന് എനിക്ക് കൊണ്ടുതരും. അപ്പൊ ഞാൻ പറയും വീണ്ടും താങ്ക് യു പറയും. അപ്പൊ അവനത് പ്രാക്ടീസ് ആയി. അപ്പോ അതിന്റെ പ്ലേസ് അവിടെയാണ്, അതങ്ങനെ ചെയ്യേണ്ടതാണെന്നുള്ളൊരു എന്താ പറയാ ഒരു തിങ്കിങ് അവരുടെ ഉണ്ടാവും. അപ്പൊ ഓരോ കാര്യങ്ങൾ അവന്റെ കാര്യങ്ങള് അവനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക. ഞാനത് വലിയ ടാസ്ക് അവൻ ചെയ്തപ്പോൾ ഞാനത് പ്രോത്സാഹിപ്പിച്ചെന്നുള്ളൂ. അല്ലാണ്ട് എന്താ പറയാതെ അവനെ കൊണ്ട് നിർബന്ധിച്ചിട്ട് ചെയ്യിപ്പിക്കണമെന്നല്ല കേട്ടോ. അതേപോലെ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ മാക്സിമം കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യിക്കാം. ഇപ്പൊ നമ്മള് ടൈം ടേബിൾ അനുസരിച്ച് ബുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം, ഷൂലൈസ് കെട്ടാം, അതേപോലെ യൂണിഫോം ഇടാനും, അതേപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ത് ചെയ്യാം, കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അവര് ഭക്ഷണം കഴിച്ച പാത്രം ഇതൊന്ന് എവിടെ ഇടാൻ, വാഷ് ബേസിൽ ഇടാൻ, അങ്ങനെ കുഞ്ഞു ടാസ്കുകളൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. എന്നിട്ട് നമ്മളുടെ സൂപ്പർവിഷൻ വേണം കേട്ടോ. നമ്മൾ നോക്കണം അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കണം. ഇൻഡിപെൻഡന്റ് ആയിട്ട് അവർ വിടുകയല്ല ചെയ്യേണ്ടത്, അവർ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഓക്കെ, depending upon their ability, the children should promise to think independently and carry out the task, of course, under adult supervision. മുതിർന്നവരുടെ സൂപ്പർവിഷനിന് കീഴിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ കുട്ടികൾ ചെയ്യുമ്പോൾ അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് തിങ്ക് ചെയ്യാനായിട്ട് പറ്റും. ദിസ് ഈസ് ഓൾസോ ഹെൽപ്സ് ഇൻ ഡെവലപ്പിംഗ് കോൺഫിഡൻസ് ഇൻ ചിൽഡ്രൻസ്. ഇത് എന്തിന് കാരണമാകുന്നു, കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് കാരണമാകുന്നു. കുട്ടികളിൽ. അടുത്തതാണ് സോഷ്യോ ഇമോഷണൽ എൻവയോൺമെന്റ്. A healthy socio-emotional environment is necessary for smooth and healthy emotional development of the child. ഒരു നല്ല സോഷ്യോ ഇമോഷണൽ എൻവയോൺമെന്റിലൂടെയാണ് കുട്ടി വളർന്നു വരുന്നതെങ്കിൽ, നല്ല സ്മൂത്ത് ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ് കുട്ടിക്ക് സംഭവിക്കുന്നതെങ്കിൽ അവന് നല്ലൊരു ബെറ്റർ പേഴ്സണാലിറ്റി ആയിട്ട് മാറാനായിട്ട് പറ്റും. അവൻ സൊസൈറ്റി, അവൻ വളർന്നു വരുന്ന വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ളതാണെങ്കിൽ ആ കുട്ടിക്ക് നല്ല സ്മൂത്തും ഹെൽത്തിയും ഇമോഷണൽ ഡെവലപ്മെന്റ് ആയിരിക്കും കൈവരിക്കുന്നത്. വാട്ട് എ ചൈൽഡ് സീസ് ഈസ് ഓൾസോ ഇമ്പോർട്ടന്റ്. എന്താണ് കുട്ടി കാണുന്നത് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, വളരെ ഇമ്പോർട്ടന്റ്. അവൻ കാണുന്നത് നല്ല അറ്റ്മോസ്ഫിയർ ആണ്, നല്ല കെയറിങ് ആയിട്ടുള്ള പാരന്റ്സ് ആണ്, അച്ഛനും അമ്മയും തമ്മിൽ നല്ല കെയറിങ്ങും നല്ല സ്നേഹത്തോടു കൂടിയാണ് പോകുന്നത്, പാരന്റ്സിനെ അവര് ഗ്രാൻഡ് പാരന്റ്സിനെ റെസ്പെക്ട് ചെയ്യുന്നു. ഇതെല്ലാം കണ്ടു വളർന്നു വരുന്ന കുട്ടി ഒരിക്കലും എന്തെങ്കിലും അവര് വയലൻസോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ടൈപ്പ് ഇപ്പോ ഉള്ളൊരു ടൈപ്പ് ക്യാരക്ടർ ഉള്ള കുട്ടികളായിട്ട് മാറില്ല. പറയുകയാണെങ്കിൽ ഒരു മാർച്ച് മാസം നമ്മൾ കണ്ട ന്യൂസ് ആണ്, സെയിം ഏജിലുള്ള ഒരു കുട്ടീനെ കൂട്ടുകാരന്മാരെല്ലാവരും കൂടി അല്ലെങ്കിൽ ഫ്രണ്ട്സോ അതേ പ്രായത്തിലുള്ള കുട്ടികളെല്ലാവരും കൂടി എന്ത് ചെയ്തു, ഉപദ്രവിച്ചു. എന്നിട്ട് അവർക്ക് എക്സാം എഴുതാനൊക്കെ ഗവൺമെന്റ് അലോ ചെയ്തു. പക്ഷേ അപ്പൊ ആലോചിച്ച് നോക്കി, ആ കുട്ടികളുടെ മൈൻഡ് എത്രയും ഒരു നെഗറ്റീവിലേക്ക് പോയിട്ട് എത്ര ഡാർക്കാണ്. അപ്പൊ കുട്ടി എന്താണ് കാണുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കുട്ടി നല്ല കെയറിങ് സ്നേഹത്തോടുള്ള പാരന്റ്സിന്റെയും
കൂടെയാണ്, ഗ്രാൻഡ് പാരന്റ്സിന്റെ കൂടെയാണ് വളർന്നു വരുന്നതെങ്കിൽ അവൻ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അവന് പ്രകടിപ്പിക്കുന്നത്. at homes, racial, class distinction, anti-social activities, violence in society, and in the feeling of frustration, rejection, fear, non-adjustment in child, and often may even result in anti-social behavior in child. ഇനി കുട്ടി കാണുന്നത് മദ്യപാനമുള്ള ആൾക്കാര്, വീട്ടിൽ എപ്പോഴും കലഹമാണ്, അതേപോലെ ഡിഫറൻസ് ഉണ്ട്, ക്ലാസ്സുകളിൽ ഡിഫറൻസ് ഉണ്ട്, ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ്, ഒത്തിരി വയലൻസ് ആണ് സൊസൈറ്റി കാണുന്നത്. അതേപോലെ നമ്മുടെ ഫ്രസ്ട്രേഷൻസ് ഒക്കെ കാണിക്കുന്നത്, ദേഷ്യമൊക്കെ പ്രകടിപ്പിക്കുന്നത് ചിലപ്പോൾ പാരന്റ്സ് ആയിരിക്കും. വീട്ടിൽ ദേഷ്യം പ്രകടിപ്പിക്കുന്നത് എന്തെങ്കിലും കൈക്കിട്ട് വലിച്ചെറിഞ്ഞോണ്ടായിരിക്കും. കുട്ടി വലുതായി വരുമ്പോൾ അവനും ദേഷ്യം പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ്, ഇതേപോലെ മെറ്റീരിയൽസ് വലിച്ചെറിഞ്ഞോണ്ടായിരിക്കും. അതേപോലെ ഫിയർ, ഈ കുട്ടി ഒട്ടും അഡ്ജസ്റ്റ് ആവാനായിട്ട് പോകില്ല. കുട്ടികളൊക്കെ ഡീവിയേറ്റഡ് ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. ഡീവിയേറ്റ് എന്ന് വെച്ചാല് നോർമൽ ലൈനിൽ നിന്ന് മാറ്റം സംഭവിച്ചു വ്യതിരിച്ച് വേറെ ഒരു ബിഹേവിയറിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മള് കുട്ടികളെ നല്ലൊരു സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റിൽ കൂടെ തന്നെ എന്ത് ചെയ്യണം, വളർത്തിയെടുക്കണം. നല്ല ഒരു എന്താ പറയുക, നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ, സോഷ്യൽ ആൻഡ് ഇമോഷണൽ എൻവയോൺമെന്റ് വേണം കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ. അല്ലാത്ത പക്ഷം കുട്ടികളെല്ലാം നെഗറ്റീവ് ക്യാരക്ടറിലേക്ക് അല്ലെങ്കിൽ ബാഡ് ആയിട്ടുള്ള ക്യാരക്ടറിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം കുട്ടികളുടെ ഇമോഷണൽ ഡെവലപ്മെന്റും. അതേപോലെ അവൻ മുതിർന്നു കഴിഞ്ഞിട്ട് അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താണ്, അവൻ വളർന്നു വന്ന സാഹചര്യം, അവന്റെ ഈ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിൽ അവൻ കണ്ട കാര്യങ്ങളായിരിക്കും അവൻ എന്ത് ചെയ്യുന്നത്, പ്രാക്ടിക്കലാക്കുന്നത്. സോ അത്രയും കെയർ കൊടുത്ത് ശ്രദ്ധയോടെ വേണം ഓരോ കാര്യങ്ങൾ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി സെലക്ട് ചെയ്യാം. നമ്മൾ ഒരിക്കലും കുട്ടികളുടെ മുമ്പിൽ വെച്ച് വഴക്ക് പറയരുത്. ഇപ്പൊ ഹസ്ബൻഡിനോട് തലൊടിക്കുന്ന സാഹചര്യം ഉണ്ടാവും, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ പോലും അത് കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് വിഷമം വരാനുള്ള സാഹചര്യം ഉണ്ട്. അപ്പൊ നമ്മള് കുട്ടികളോട് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള എൻവയോൺമെന്റ് കൊടുക്കേണ്ട ഉത്തരവാദിത്തം വീടുകളിൽ കൊടുക്കേണ്ട ഉത്തരവാദിത്തം പാരന്റ്സിനും, സ്കൂളിൽ കൊടുക്കേണ്ട ഉത്തരവാദിത്തം ടീച്ചേഴ്സിനും അവിടുത്തെ റെസ്പോൺസിബിലിറ്റീസിനുമാണ്. ഓക്കെ, ഇതൊന്ന് റീഡ് ചെയ്തേ. സോഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ്സുകള്. ആടാര്യ ഇതില്ലേ ഡാർക്ക്നെസ് ക്വാരൽസ് അറ്റ് ഹോം RACIL എന്നാ അത് റേസ് എന്നിട്ടുണ്ടെങ്കിലേടാ നമ്മളിപ്പോ ഡിസ്ക്രിമിനേഷൻസ് കാണിക്കാറില്ലേ, എന്താ പറയാ, റേസിന്റെ ഒക്കെ ഭാഗത്ത് സൊസൈറ്റിന്നുള്ള ഒരു ടൈപ്പ് ഓഫ് ഡിസ്ക്രിമിനേഷൻ ആണ്. നമുക്ക് ഇവിടെ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ പുറത്തൊക്കെ നമ്മൾ പുറത്ത് രാജ്യങ്ങളിലൊക്കെ ഒത്തിരി എന്താ പറയാ വർഗ വിവേചനം ആയിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പൊ അത് ആണ് അവൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ കളറിന്റെ പേരില് ഒത്തിരി ആൾക്കാരെ എന്ത് ചെയ്യുന്നു, ഒരു ഡിഫറൻസ് കാണിക്കുന്നു, കളിയാക്കുന്നു, വർഗ വിവേചനം എന്നുള്ള മീനിങ് കേട്ടോ. അതേപോലെ വംശീക വിവേചനം. ഇപ്പൊ നമ്മള് കാനഡയിൽ പോവാണെങ്കിലേ നമ്മളെയൊക്കെ അവിടേക്ക് ഒരിടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലേ, കാനഡയിലേക്ക് കുറെ ആൾക്കാരെ എന്ത് ചെയ്യുന്നില്ല, എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്
എന്താ പറയാ അവിടുത്തെ ആൾക്കാർക്ക് ആ റൈറ്റ്സ് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വംശിക വിവേചനം, അങ്ങനത്തെ വിവേചനങ്ങൾ സൊസൈറ്റിയിൽ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ കുട്ടികളുടെ ഇമോഷൻസിൽ അത് ബാധിക്കുന്നു എന്നാ പറയുന്നത്. ഓക്കെ മാം. റീഡ് ചെയ്തിട്ട് പറയണോട്ടോ കഴിഞ്ഞു കഴിഞ്ഞാല്. ബാക്കിയുള്ളവരൊക്കെ കഴിഞ്ഞു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നീഡ് ഓഫ് ഹൈറാർക്കി തിയറിയാണ്. എബ്രഹാം മാസ്ലോന്റെ നീഡ് ഓഫ് ഹൈറാർക്കി തിയറിനെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോ നമ്മള് ഇപ്പൊ ഈ ഇമേജ് നമ്മുടെ ഉണ്ട്, അതേ ഇമേജ് തന്നെ ഉണ്ട്, ഞാനത് എടുത്തിടാം. അപ്പം ഹൈറാർക്കി ഓഫ് നീഡ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. നോക്കാം. We have seen in that children have different needs. നമ്മൾ കുട്ടികളുടെ പല പല ടൈപ്പ് ഓഫ് നീഡ്സിനെ കുറിച്ചിട്ട് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തു ഇല്ലേ. സോഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ്സിലും അതേപോലെ ഒത്തിരി നീഡ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. കേട്ടോ. നോക്കാട്ടോ. We have been seen in that children have different needs. കുട്ടികൾക്ക് പല പല നീഡ്സുകൾ ഉണ്ട്. Some of these are physiological requirements which are essential to survive. കുട്ടികൾക്കുള്ള ഒരു നീഡാണ് ഫിസിയോളജിക്കൽ നീഡ്സ്. അവർക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത് എന്തൊക്കെയാണ്? ഒരു ഇമേജ് ആയിട്ട് ചെറിയ ഇമേജ് പറഞ്ഞിട്ടൊന്ന് ഷെൽട്ടർ ആണ് അവർ ഉദ്ദേശിക്കുന്ന, ടെന്റ് പോലെ. ഫുഡ്, പിന്നെ പറഞ്ഞിരിക്കുന്ന സ്ലീപ്പ്, റെസ്റ്റ് ഒക്കെയാണ് ഇതിൽ വരുന്നത്, ഫിസിയോളജിക്കൽ നീഡ്സ് വരുന്നത്. ഹെൽത്ത് അതാത് ഏജിനനുസരിച്ചിട്ടുള്ള ഹെൽത്തി ഫുഡ് വേണം, സ്ലീപ്പ് വേണം, ഷെൽട്ടർ വേണം, ഹ്യൂമൻ ടച്ച് വേണം. നമുക്ക് കുട്ടികൾക്ക് ഒരു കെയർ വേണം അല്ലേ. കുട്ടികൾക്ക് എന്ത് വേണം? പാരന്റ്സിന്റെ ഒരു ഏജ് വരെയും അവർക്ക് ഒരു സപ്പോർട്ടീവ് ആയിട്ടൊരു കെയർ വേണം. ഓക്കെ. These are also the primary requirements and include the needs for satisfying hunger and thirst. എന്നുവെച്ചാൽ അവരുടെ ദാഹവും അതേപോലെ വിശപ്പും എന്ത് ചെയ്യാൻ സാറ്റിസ്ഫൈ ചെയ്യാന്നാണ് ഈ ഫിസിയോളജിക്കൽ നീഡ്സിൽ ആദ്യം വരുന്നത്. When these needs are fulfilled, നമ്മുടെ ഫിസിയോളജിക്കൽ നീഡ്സ് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ the child looks towards satisfying her safety needs. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടി നോക്കുന്നത് സേഫ്റ്റി നീഡ്സിനെ കുറിച്ചിട്ടായിരിക്കും. Next is the hierarchy are the love needs which are need for affection. സെക്യൂരിറ്റി നീഡ് ആണ് നമ്മൾ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് സെക്യൂരിറ്റി നീഡ് കഴിഞ്ഞിട്ട് വരുന്നതാണ് എന്ത്? അഫെക്ഷൻ നീഡ്. എന്ന് വെച്ചാല് നീഡ് ഫോർ ബിലോങ്നെസ്. നമുക്കൊക്കെ വേണ്ടി ആരെങ്കിലും ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ഒരാളുണ്ട്, നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഓടിച്ചെല്ലാനായിട്ട് അമ്മയുടെ അടുത്തേക്ക് ചെല്ലാം, പാരന്റ്സിന്റെ അടുത്തേക്ക് ചെല്ലാം എന്നുള്ളൊരു നീഡാണ് നീഡ് ഫോർ ബിലോങ്നെസ്.
അല്ലെങ്കിൽ നീഡ് ഫോർ അഫെക്ഷൻ എന്ന് പറയും. അറ്റ് നെക്സ്റ്റ് ലെവൽ ദ നീഡ് ഫോർ എക്സ്റ്റീം ആൻഡ് ബിലോങ്ങിങ്. നെക്സ്റ്റ് ആണ് ബിലോങ്ങിങ് നീഡ്സ്. ദീസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ സോഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ്. ഇതിൽ വരുന്നത് ഒരു കുട്ടിയുടെ സോഷ്യൽ ഇമോഷണൽ നീഡ്സ് ആണ്. നമ്മൾ പറഞ്ഞ പോലെ ലവ് ആൻഡ് സെക്യൂരിറ്റി, ഇൻഡിപെൻഡൻസ്, സോഷ്യൽ ഇമോഷണൽ എൻവയോൺമെന്റ് ഒക്കെ ഇതിൽ വരും. ആൻഡ് ഫൈനലി കംസ് ദ നീഡ് ഫോർ സെൽഫ് ആക്ച്വലൈസേഷൻ. ഏറ്റവും അവസാനമായി വരുന്ന നീഡിനെയാണ് നമ്മൾ പറയുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ. ഞാനിപ്പോ ജസ്റ്റ് ഈ പാരഗ്രാഫ് വായിച്ചിട്ട് ചാർട്ട് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാട്ടോ, അപ്പോഴേ കുറച്ചും കൂടി ക്ലിയർ ആവുള്ളൂ. ദീസ് പറഞ്ഞ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് ടു അച്ചീവ് വൺസ് പൊട്ടൻഷ്യൽ ആൻഡ് ഡു ക്രിയേറ്റീവ് വർക്ക്, എക്സ്പ്ലോർ ദ എൻവയോൺമെന്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ചില ആൾക്കാർക്ക് ഭയങ്കര പാഷൻ ആയിരിക്കും, അവർ ചെയ്യുന്ന ജോബിനേക്കാളും ഭയങ്കരമായിട്ട് പാഷൻ എന്തിലുണ്ടാവും, അവർക്ക് പാഷൻ ഉണ്ടാവും, എന്തെങ്കിലും പാഷൻ ഉണ്ടാവും. എല്ലാവർക്കും ഉണ്ടാവും. ചിലവർ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നവരുണ്ടാവും, ചിലവർക്ക് അവരുടേതായ ഒരു പാഷൻ ഉണ്ടാവും. അപ്പൊ അതിൽ കുറച്ചും കൂടി വർക്ക് ചെയ്യാം, ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യാം, അവരുടെ എൻവയോൺമെന്റ് കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യുക, ട്രാവൽ ചെയ്യാം. ട്രാവലിംഗ് ചിലവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ്. ശരിക്കും പറഞ്ഞാൽ ട്രാവൽ ചെയ്യുമ്പോൾ അവർക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ എന്തൊക്കെയൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പൊ നമ്മള് ട്രാവലിംഗ് എന്ന് വെച്ചാൽ അത്രയും നല്ലതാണ്. ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, പുതിയ ഫുഡ് കഴിക്കുന്നു, പുതിയ സ്ഥലങ്ങൾ മനസ്സിലാക്കുന്നു, പുതിയ മനുഷ്യരായിട്ട് ഇടപെടുന്നു. ഇതെല്ലാം എന്താണ് ഒരു ടൈപ്പ് ഓഫ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ്. ഇനി ദ ഡയഗ്രാം ബിലോ ഷോ എക്സ്ട്രാക്ട് ഐഡിയ ഓഫ് ദ ഹൈറാർക്കി ഓഫ് നീഡ്സ്. നമുക്ക് താഴെ തന്നിരിക്കുന്ന ഡയഗ്രത്തിൽ നിന്ന് എക്സ്ട്രാക്ട് ആയിട്ടുള്ള ഐഡിയാസ് നമുക്ക് മനസ്സിലാക്കാം. Only when the needs at one level are satisfied that a child can act to satisfy the next higher level of need. ആദ്യത്തെ നീഡ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് കുട്ടി അടുത്തൊരു നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പോവുള്ളൂ. നെക്സ്റ്റ് നീഡിലേക്ക് ആ കുട്ടി മാറുള്ളൂ. ഫസ്റ്റ് ഇപ്പൊ ഫിസിയോളജിക്കൽ നീഡ്സ് ആണെങ്കിൽ ഫിസിയോളജിക്കൽ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാം. ദെൻ അടുത്ത നീഡാണ് നീഡ് ഫോർ സെക്യൂരിറ്റി. അതിന് സാറ്റിസ്ഫൈ ചെയ്താൽ നീഡ് ഫോർ ബിലോങ്ങിങ്നെസ് സാറ്റിസ്ഫൈ ചെയ്യാൻ തുടങ്ങും. നീഡ് ഫോർ ഫീൽ കോമ്പിറ്റന്റ് ആവാനുള്ള ഒരു ഫീല് വരും. സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് ഏറ്റവും അവസാനത്തെ നീഡും ഭയങ്കരമായിട്ടുള്ളൊരു നമ്മൾക്ക് എന്താ പറയാ, നിങ്ങൾക്ക് ഉണ്ടാവില്ല സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം, നിങ്ങൾക്ക് അതാണോ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് നോക്കാം. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളൊക്കെ ടീച്ചേഴ്സ് ഇപ്പൊ നമ്മൾ ഈ ഒരു കോഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു, കംപ്ലീറ്റ് ഒക്കെ കഴിഞ്ഞു, ട്രെയിനിങ് എല്ലാം കഴിഞ്ഞു, നിങ്ങൾ ജോലിയിൽ പ്ലേസ്ഡ് ആവാന്ന് വിചാരിക്കുക. പ്ലേസ്ഡ് ആയിട്ട് നിങ്ങൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ക്ലാസ്സിൽ പോകൂലേ, ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ്, അല്ലെങ്കിൽ ആ ഒരു ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്, ഭയങ്കരമായിട്ട് ഫീലിംഗ് ആണ്. സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ്. നമ്മൾ ആ ക്ലാസ്സിൽ കയറി നമ്മുടെ ബെസ്റ്റ് പെർഫോമൻസ് അത് കാഴ്ചവെച്ച് ഇറങ്ങുമ്പോൾ നമുക്ക് വരുന്ന ഒരു സംതൃപ്തി, അതാണ് എന്ത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഓക്കെ, നമുക്ക് കുട്ടികളുടെ എന്തൊക്കെയാ നീഡ്സ് നോക്കാം കേട്ടോ. ഓക്കെ, നോക്കാം. സേഫ്റ്റി ഉണ്ട്, കാരണം ഇവിടെ പൈസയൊക്കെ കാര്യം പറയുന്നത് കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾക്കൊക്കെ ഫണ്ട് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ലവ് ആൻഡ് ബിലോങ്ങിങ്. പിന്നെ എക്സ്റ്റീം നീഡാണ്, എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യണം, ഗുഡ് ആന്ന് പറയണം, നല്ല കുട്ടിയാന്ന് പറയണം എന്നൊക്കെയാണ് എല്ലാ കുഞ്ഞു കുട്ടികളും ആഗ്രഹിക്കുന്നത്. നെക്സ്റ്റ് ആണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്, അവരുടെ ഹോബീസ്. ചില കുട്ടികൾ ഭയങ്കരമായിട്ട് ഫുട്ബോൾ ഒക്കെ കളിക്കുകയാണെങ്കിൽ അവർക്ക് ആ ഒരു കാര്യത്തിലായിരിക്കും കൂടുതലായിട്ട് താല്പര്യം. അപ്പൊ അതിൽ എന്തെങ്കിലും കാര്യങ്ങൾ അച്ചീവ് ചെയ്യുകയാണെങ്കിൽ അവന് ഭയങ്കരമായിട്ട് സന്തോഷമായിരിക്കും അതിനുള്ള കിട്ടുന്നത്. ഓക്കെ, അതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡിൽ വരുന്നത്. നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ ഡിസ്കസ് ചെയ്യാട്ടോ ബാക്കിയുള്ളത്. അപ്പൊ താഴ്ന്നാണ് നീഡ്സ് പറഞ്ഞു പോകേണ്ടത്. നോക്കാം. ഫിസിയോളജിക്കൽ നീഡ്സിൽ വരുന്ന ഹെൽത്തി ഫുഡ്, സ്ലീപ്പ്, ഷെൽട്ടർ, ഹ്യൂമൻ ടച്ച് ആണ് വരുന്നത്. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയിൽ വരുന്നത് അഡൾട്ട് കെയർ ഗീവർ ടു പ്രൊട്ടക്ട് ഫ്രം ഡേഞ്ചർ. അപ്പൊ മുതിർന്ന ആൾക്കാർ അവരെ പ്രൊട്ടക്ട് ചെയ്യണം, ഡേഞ്ചർ, കുട്ടികളെ ഡേഞ്ചറിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യണം. കാർ സീറ്റ്സ്, അതേപോലെ ബേബി പ്രൂഫിംഗ്, വാച്ച്ഫുൾ ഐസ്, ശ്രദ്ധിക്കണം. കുഞ്ഞു കുട്ടികളാണ്, എപ്പോ വേണമെങ്കിലും എന്തെങ്കിലും ചെറിയ ഡേഞ്ചേഴ്സിലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതെല്ലാം ശ്രദ്ധിക്കാനായിട്ട് പറ്റണം. പ്ലാൻ ഇഫ് സംതിങ് ഹാപ്പൻ ടു പാരന്റ്സ്. നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് LIC ഒക്കെ എടുക്കാറില്ലേ, നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലും കുട്ടികളുടെ ലൈഫ് സേഫ് ആവാൻ വേണ്ടി നമ്മൾ LIC എടുക്കും. ഇനിയിപ്പോ പാരന്റ്സ് എന്തെങ്കിലും സംഭവിച്ചാലും
കുട്ടി സേഫ് ആയിരിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ബീങ് എബോവ് ദ പോവർട്ടി ലൈനേക്കാളും എബോവ് ആവാനായിട്ട് ശ്രമിക്കുക. കാരണം മുമ്പ് ഇപ്പൊ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, മക്കൾ വന്നതിന് ശേഷം ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ കൂടുതൽ കഷ്ടപ്പെട്ടു, അവർക്ക് എഡ്യൂക്കേഷൻ നല്ലത് കൊടുത്തു, അവർക്ക് വേണ്ട ഫുഡ് പ്രൊവൈഡ് ചെയ്തു, അവർക്ക് വേണ്ട ക്ലോത്ത് കൊടുത്തു. അപ്പൊ അതൊക്കെ എന്താണ്, അവർ സെക്യൂരിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടി ഈ പാരന്റ്സ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമുക്കൊക്കെ വേണ്ടി നമ്മുടെ പാരന്റ്സ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അസിസ്റ്റ് ടു ഹെൽത്ത് കെയർ. ഇപ്പൊ അസുഖം എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട കെയർ പ്രൊവൈഡ് ചെയ്യാം, ട്രീറ്റ്മെന്റ് എടുക്കാം. ഫ്രീ ഫ്രം അബ്യൂസ് ആൻഡ് നെഗ്ലക്ട്. അബ്യൂസ് ഒന്നും ചെയ്യാതിരിക്കാൻ ചെയ്യരുത്, കുട്ടികളെ ഉപദ്രവിക്കാനൊന്നും പാടില്ല, അവരെ അവോയ്ഡ് ചെയ്യാനൊന്നും പാടില്ല. ദെൻ നെക്സ്റ്റ് നീഡാണ് സോഷ്യൽ നീഡ്. നമ്മളുടെ ഇവിടെ പറയുന്ന അനുസരിച്ച് നീഡ് ഫോർ ബിലോങ്നെസ് എന്നാണ് പറയുന്നത്. അൺകണ്ടീഷണൽ ലവ്. നമ്മൾ കണ്ടീഷൻ ഒന്നും വെക്കാതെയാണ് നമ്മളെ മക്കളെ സ്നേഹിക്കുന്നത്, അല്ലെ? ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കും. അതേപോലെ നല്ല രീതിയിൽ സ്നേഹിക്കാം. ലവിങ് ഇന്ററാക്ഷൻ വിത്ത് കെയർ ഗീവേഴ്സ് ആയിട്ട് നല്ല രീതിയിൽ ഇന്ററാക്ഷൻസ് നോക്കാം. റൂംസ് ടു എക്സ്പ്ലോർ ആൻഡ് പ്ലേ. അവർക്ക് റൂം പ്രൊവൈഡ് ചെയ്യാം, അവർക്ക് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും കളിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. ഇന്ററാക്ഷൻ വിത്ത് പിയേഴ്സ്. അവരുടെ സെയിം ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യാനായിട്ട് നമ്മൾ അവരെ എന്ത് ചെയ്യുക, അലോ ചെയ്യാം. അപ്പോൾ ആദ്യം ഫിസിയോളജിക്കൽ നീഡ്സ്, ദെൻ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്, സോഷ്യൽ നീഡും അച്ചീവ് ചെയ്തു. ഇനി അടുത്ത നീഡാണ് എക്സ്റ്റീം നീഡ്. ഓക്കെ, എക്സ്റ്റീം നീഡ് എന്ന് പറഞ്ഞാൽ നീഡ് ടു ഫീൽ കോമ്പിറ്റന്റ്. ഭയങ്കര ഒരു ധൈര്യശാലിയാണ്, നല്ല എൻകറേജ്മെന്റ് കൊടുക്കണം, നല്ല പ്രോത്സാഹനമൊക്കെ അവർ വിചാരിക്കുന്നുണ്ട്, കുട്ടികളെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അതാണ് എക്സ്റ്റീം നീഡിൽ വരുന്നത്. എൻകറേജ്മെന്റ്, പ്രൊട്ടക്ഷൻ ഫ്രം ബുള്ളിയിങ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ. എന്ന് വെച്ചാൽ എൻകറേജ്മെന്റ് കിട്ടണം കുട്ടികൾക്ക്. ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല എൻകറേജ്മെന്റ് കിട്ടണം. പിന്നെ അതേപോലെ ബുള്ളിങ് ചെയ്യുന്നതും ഡിസ്ക്രിമിനേഷനിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ കുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ട്. റെസ്പെക്ട് ഫ്രം പാരന്റ്സ്, ടീച്ചേഴ്സ്, പിയർ ഗ്രൂപ്പ്സ്. അപ്പൊ അവര് പാരന്റ്സിന്റെ അടുത്തുനിന്നും ടീച്ചേഴ്സിന്റെ അടുത്തുനിന്നും പിയർ ഗ്രൂപ്പിൽ നിന്നും കുട്ടികളും എന്താഗ്രഹിക്കുന്നുണ്ട്, റെസ്പെക്ട് ആഗ്രഹിക്കുന്നുണ്ട്. പോസിറ്റീവ് ഡിസിപ്ലിൻ. പോസിറ്റീവ് ആയിട്ടുള്ള ഡിസിപ്ലിൻ, സ്ട്രിക്റ്റ് അല്ല, പോസിറ്റീവ് ആയിട്ടുള്ള ഡിസിപ്ലിൻ എൻകറേജ് ചെയ്യാം. ലേണിംഗ് ലൈഫ് സ്കില്ല്. കുട്ടികളുടെ ലൈഫ് സ്കില്ലുകൾ, ഡേ ടു ഡേ ലൈഫിൽ അവർക്ക് ആവശ്യമുള്ള കുറച്ച് സ്കില്ലുകൾ ഉണ്ട്. നമ്മൾ മോണ്ടിസോറിൽ കൂടുതലായിട്ട് പഠിപ്പിക്കുന്നത്, പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ പഠിപ്പിക്കുന്നത് അതാണ്. കുറച്ചുകൂടി ലൈഫ് സ്കില്ലുകൾ കൂടുതലായിട്ട് അക്യൂർ ചെയ്യാം. നെക്സ്റ്റ് ആണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് വരുമ്പോൾ ഹോബീസ് ആണ് വരുന്നത്. ക്രിയേറ്റീവ് പെർസ്യൂട്ട്. അവർ എന്താ പറയാ, കലാപരമായിട്ടുള്ള കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുക, ലാംഗ്വേജസ് പ്രോത്സാഹിപ്പിക്കുക, ഹോബീസ്, അവരുടെ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. ചിലർക്ക് സൈക്ലിംഗ് ഭയങ്കര ഇഷ്ടമായിരിക്കും, ഹോബി ആയിരിക്കും, അപ്പൊ അത് പ്രോത്സാഹിപ്പിക്കുക. ചിലർക്ക് ഡാൻസ് ആയിരിക്കും, ചിലപ്പോൾ പാഷൻ ആയിരിക്കും. അതെല്ലാം കുട്ടികൾക്ക് എന്താണോ ഇൻട്രസ്റ്റ് എന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അതിന് അലോ ചെയ്യാൻ. അല്ലാണ്ട് നമ്മൾ പാരന്റ്സിന്റെ ഇഷ്ടത്തിനനുസരിച്ച് കുട്ടികളെ വിടാനില്ല, അവർക്ക് എന്താണോ ഇഷ്ടം അതനുസരിച്ച് നമ്മൾ അവരെ ഫ്രീ ആയിട്ട് വിടാം. ഓക്കെ, ഈ ഒരു ഇമേജ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ ക്ലിയർ ആയിരിക്കുമോ? എടുക്കാൻ പറ്റുമോ? ക്ലിയർ ആണോ നിനക്കത്? ഓക്കെ, അത് എടുത്ത് വെച്ചേക്കട്ടാ. നമ്മുടെ ടെസ്റ്റില് ഈ ഒരു സൈഡിലായിട്ട് ആ ഒരു ഇമേജ് വരച്ചു വെക്കുകയാണെങ്കിൽ ഇത് ഇവിടെയിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ക്ലിയർ ആവുന്നുണ്ട്. ക്ലിയർ ആവുന്നില്ല? ഉണ്ട്, സ്ക്രീൻഷോട്ട് ക്ലിയർ ആണ്, കുഴപ്പമില്ല. പിക്ചർ ഒന്നും കൂടെ കാണിക്കാവോ? ഞാൻ കാണിക്കാം. ഹാങ് ആയി, ഒരു മിനിറ്റ് ട്ടാ. ഓക്കെ നോക്കട്ടാ, സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്തിട്ടേ സൂം ചെയ്ത് നോക്ക് ക്ലിയർ ആവുന്നുണ്ടോന്ന്. മാം ടെസ്റ്റിന്റെ സൈഡിൽ വരച്ചെടുക്കണം മാം. അതെ, നമ്മുടെ ടെസ്റ്റിൽ കുറച്ച് സ്പേസ് ഉണ്ട്, അവിടെ കുറച്ചൊന്ന് സിമ്പിൾ ആയിട്ടൊന്ന് എഴുതി വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കില്ലേ? എക്സാമ്പിൾ പെട്ടെന്ന് എടുത്ത് നോക്കുമ്പോ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. ഇവിടെ ഒന്ന് എഴുതി വെക്കുകയാണെങ്കിൽ നല്ലതാണ്. ക്ലാസ് കഴിഞ്ഞിട്ട് അതൊന്ന് ചെയ്യണം കേട്ടോ. ഓക്കെ,
എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ഞാൻ അടുത്ത ടോപ്പിക് എടുത്തോട്ടെ. യെസ് മാം. റൗണ്ട് ഓഫ് ചെയ്ത് പറയാട്ടോ. കുട്ടികൾക്ക് കുട്ടികളുടെ നീഡ്സ് നമ്മള് എബ്രഹാം മാസ്ലോ പറയുന്ന പോലെ നീഡ് ഓഫ് ഹയറാർക്കിയിൽ പറയുകയാണെങ്കിൽ ഫസ്റ്റ് വരുന്നത് ഫിസിയോളജിക്കൽ നീഡാണ്. കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കിട്ടണം, നല്ല സ്ലീപ്പ് കിട്ടണം, നല്ല ഷെൽട്ടർ കിട്ടണം. അതൊക്കെയാണ് ഫിസിയോളജിക്കൽ നീഡ്സ് വരുന്നത്. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയിൽ കുട്ടികൾക്ക് നല്ല കെയർ കൊടുക്കണം, ലവ് കൊടുക്കണം, സേഫ്റ്റി ഫീൽ ചെയ്യണം. അവർക്ക് അസുഖങ്ങൾ അങ്ങനെ വരികയാണെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പാരന്റ്സ് കേപ്പബിൾ ആയിരിക്കണം. ഈ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സ് എനിക്ക് തോന്നുന്നു ഇന്ത്യനേക്കാളും കൂടുതൽ പുറം രാജ്യത്തൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇപ്പോ നമ്മുടെ പാരന്റ്സിന് കുട്ടികളെ നല്ല രീതിയിൽ നോക്കാൻ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? കുട്ടികളെ പാരന്റ്സിന്റെ അടുത്തുനിന്ന് മാറ്റും ആര്? അവിടുത്തെ ഗവൺമെന്റ്. അതേപോലെ തന്നെ ചില രാജ്യങ്ങളില് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫണ്ട് കൊടുക്കും. കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഹെൽത്തും അതേപോലെ ഫുഡിനൊക്കെ വേണ്ടിയിട്ട് അവർ ഫണ്ട് കൊടുക്കുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ പല രാജ്യത്തും പല രീതിയിലുള്ള ടൈപ്പ് ഓഫ് റൂൾസ് ആണ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ട്. പിന്നെയാണ് സോഷ്യൽ നീഡ്സിലേക്ക് വരികയാണെങ്കിൽ കുട്ടികൾ ആഗ്രഹിക്കുന്നത് നല്ല അഫെക്ഷനുള്ള, നല്ല ലവിങ് ആയിട്ടുള്ള, നല്ല കെയറിങ് ആയിട്ടുള്ള പാരന്റ്സിനെയാണ്. അതാണ് കുട്ടികളുടെ ബിലോങ്ങിനെസ്. അവരെ വേണം, പാരന്റ്സിന് അവരെ വേണം എന്നുള്ളൊരു ഫീലിംഗ്. നെക്സ്റ്റ് ആണ് എക്സ്ട്രീം നീഡ്. എന്ന് വെച്ചാൽ അവർക്ക് എൻകറേജ്മെന്റ് കിട്ടണം, സപ്പോർട്ട് കിട്ടണം. നല്ല നമ്മുടെ പാരന്റ്സിന്റെ കയ്യിൽ നിന്നും ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്നും ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ നല്ലൊരു പോസിറ്റീവ് ഡിസിപ്ലിനും അതേപോലെ പുതിയ ലൈഫ് സ്കില്ലുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ലേൺ ചെയ്യാനായിട്ടൊക്കെ പറ്റും. നെക്സ്റ്റ് ആണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. ഇപ്പോ കുട്ടികളുടെ ഹോബീസ് ഫോളോ ചെയ്യാനായിട്ട് അലോ ചെയ്യാം, അവരുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ നമ്മൾ അവർക്ക് അത് സപ്പോർട്ട് കൊടുക്കുക. ഇതെല്ലാമാണ് എന്ത് വരുന്നത്? സെൽഫ് ആക്ച്വലൈസേഷൻ നീഡുകളിൽ വരുന്നത് ഒരു കുട്ടീനെ സംബന്ധിച്ച്. ഓക്കെ, ഇനി ദ നീഡ് കൺസെപ്റ്റ് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. ആരെങ്കിലും വായിക്കോ? ഒരാള് ഒരു പാരഗ്രാഫ് വെച്ചിട്ട് വായിച്ചു നിർത്തിയാൽ മതി, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. റോഷന് വായിച്ചോടാ. The need concept. Closely connected with the concept of drive is the concept of need. Several experiments on animals have demonstrated the needs are connected with motivation. In human beings, the needs are biological as well as physiological. Henry Murray evolved a need theory. He suggested a long list which included such need as a need of achievement, acquisition, affiliation, aggression, autonomy, construction, defense, dominance, exhibition, superiority, and sex. In the opinion of Murray, need is a hypothetical force that performs the duties for organizing perception, intelligence, and action of the individual. Unsatisfied need would arouse the person to work that would be sustained until satisfaction had been gained. ഓക്കെ, നോക്കുക. നീഡ് എന്ന് പറയുന്നത് ഒരു ക്ലോസ്ലി കണക്ഷൻ വിത്ത് ഡെറൈവ് വിത്ത് കൺസെപ്റ്റ് വിത്ത് നീഡ്. അപ്പോ ഒരുപാട് എക്സ്പീരിമെന്റ്സ് അനിമൽസിലും അതേപോലെ തന്നെ ഒത്തിരി എക്സ്പീരിമെന്റ്സ് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് ഈ നീഡിന്റെ ഭാഗമായിട്ട്. നീഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മോട്ടിവേഷനായിട്ട് കണക്റ്റഡ് ആണ്. ഒരു ഹ്യൂമൻ ബീയിങ്ങിന് ബയോളജിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ നീഡ്സുകൾ ഉണ്ട്. അപ്പൊ ഹെൻറി മുറയുടെ ഒരു തിയറി പറയുന്ന എന്തൊക്കെ നീഡ്സ് ആണ്, അത് ലോങ് ലിസ്റ്റ് പറയുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് അതിന്റെ പേരുകൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അപ്പൊ ഏതൊക്കെ നീഡ്സ് ആണ് ഒരു ഹ്യൂമൻ ബീങ്സിന് ഉണ്ടാവേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ചീവ്മെന്റ്സ്, അവർക്ക് നേട്ടങ്ങൾ നേടാം. പിന്നെ എന്താ പറയുന്ന അക്വിസിഷൻസ്, ഏറ്റുമുട്ടാൻ, കോമ്പറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്ലിക്കേഷൻ, അംഗീകാരം കിട്ടാൻ, അംഗീകാരം നേടല്. അഗ്രഷൻ, ആക്രമണം. ഓട്ടോണമി, സ്വയം ഭരണം, ഭയങ്കര സ്ട്രിക്റ്റ് റൂൾ, അങ്ങനെ. കൺസ്ട്രക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോന്നും നിർമ്മാണം ചെയ്യാൻ. ഡിഫൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രതിരോധത്തിന്. ഡൊമിനൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആധിപത്യം. എക്സിബിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രദർശിപ്പിക്കാൻ. സുപ്പീരിയാരിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രേഷ്ഠത. എല്ലാവരും വിചാരിക്കും ഇവരെക്കാളും വലിയത് ഞാനാണ്, അങ്ങനെ ശ്രേഷ്ഠത, ഒരു ഇത്തിരി ഹയർ പൊസിഷൻ. പിന്നെ സെക്സ്. ഇതെല്ലാമാണ് ഒരു മനുഷ്യന് നീഡായിട്ട് അദ്ദേഹം പറയുന്നത്, ഹെൻറി മുറെ പറയുന്നത്.
In the opinion of Henry Moray പറയുന്ന need is a hypothetical fact force. ഒരു സാങ്കല്പിക ഫോഴ്സ് ആണ് എന്ത് ഈ നീഡ്സ് എന്ന് പറയുന്നത്. സാങ്കല്പികമായിട്ടുള്ള ഒരു ഫോഴ്സ് ആണ് നീഡ്സ്. ഇത് പെർഫോം ചെയ്യുന്നത് ഡ്യൂട്ടീസ് ഫോർ ഓർഗനൈസിങ് പ്രിസിഷൻസ്, ധാരണകൾ, നമ്മുടെ ഇന്റലിജൻസ്, അതേപോലെ നമ്മുടെ ആക്ഷൻസ്, ഒരു ഇൻഡിവിജ്വലിന്റെ ആക്ഷൻസ്, ധാരണകള്, ബുദ്ധി, ഇതിന്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് എന്ത് വരുന്നത്, നീഡ് വരുന്നത്. അൺസാറ്റിസ്ഫൈഡ് നീഡ് could cause the person to work that could sustain until satisfaction has been given. നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ വേണ്ടി നേടിയെടുക്കുന്നത് വരെ നമ്മൾ പ്രയത്നിക്കില്ലേ? നമ്മുടെ ആഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ ആവശ്യം നേടിയെടുക്കുന്നത് വരെ നമ്മൾ എഫേർട്ട് എടുക്കില്ലേ? ഞാൻ അങ്ങനെ എന്താണോ എന്റെ ആഗ്രഹം, ഞാൻ എന്തെങ്കിലും ആഗ്രഹിച്ച് കഴിഞ്ഞാൽ നേടിയെടുക്കണം. അത് ചിലപ്പോ എക്സാമുകളിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാനൊക്കെ ആയിരിക്കും. എന്നാലും എനിക്കപ്പോൾ ക്യാച്ച് ചെയ്യണമെന്നുള്ളത് വളരെ നിർബന്ധമായിട്ടുള്ള കാര്യം. ഞാൻ അതിന് വേണ്ടിയിട്ട് എന്റെ 100% എഫേർട്ട് ഇടും. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ടീച്ചേഴ്സ് ആവണമെന്ന് ആഗ്രഹിച്ചു വന്നിരിക്കുന്നവരാണ്. നിങ്ങൾ മാക്സിമം 100% എഫേർട്ട് ഇട്ടാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ നീഡ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നിങ്ങളുടെ ഭാഗത്തുനിന്ന് 100% അതിനെ എന്തിടണം, എഫേർട്ട് ഇടണം. ഓക്കെ, നമുക്കൊരു നീഡ് അൺസാറ്റിസ്ഫൈഡ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ ബാക്കി എല്ലാ നീഡും അവിടെ സസ്റ്റെയിൻ ചെയ്ത് കിടക്കും. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്താണ്, ഒരു ജോബ് വേണമെന്ന് ഫസ്റ്റ് നീഡ്. പിന്നെ ഉള്ള നീഡാണ് കുറച്ച് ഡ്രസ് വാങ്ങിക്കണം, കുറച്ച് പൈസ സേവ് ചെയ്യണം, കുറച്ച് പൈസ കുറച്ച് അടിച്ചു കളിക്കണം, വെക്കേഷൻ പോകണം. ഓക്കെ, അത് നിങ്ങൾക്ക് ജോലി ഇല്ലെങ്കിൽ, ജോലി എന്ന് പറയുന്ന ആ നീഡ് അവിടെ സാറ്റിസ്ഫൈ ആയില്ലെങ്കിൽ ബാക്കിയുള്ള നീഡൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ അതേപോലെയാണ് എന്ത് നീഡിന്റെ കാര്യം. അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള നീഡ് നമ്മുടെ മനസ്സിൽ ഒരു വിഷമം പോലെ കിടക്കും, ജോലി ഇല്ലല്ലോ, എന്നെക്കൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളത്. പക്ഷെ നിങ്ങൾ ഈ കോഴ്സ് ഒക്കെ കഴിഞ്ഞ് ടീച്ചേഴ്സ് ഒക്കെ ആയിട്ട് പ്ലേസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ഓരോ നീഡ്സും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഒത്തിരി ടൈം എടുക്കും, ചിലപ്പോൾ കുറച്ച് പതുക്കെ നമുക്ക് ഓരോ നീഡുകളും അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി പറയുന്നത് എബ്രഹാം മാസ്ലോന്റെ കാര്യം പറയുന്നത്. എബ്രഹാം മാസ്ലോ അറേഞ്ച് ദ നീഡ് ഇൻ ഹൈറാർക്കി. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത നീഡ് ഓഫ് ഹൈറാർക്കി അത് എബ്രഹാം മാസ്ലോന്റെ ആണ്. ഹി എൻവോൾവ്ഡ് ഹിസ് ഓൺ സിസ്റ്റം ഓഫ് നീഡ്സ് ക്ലാസിഫൈഡ് ഇൻ രണ്ടായിട്ട് ഇവിടെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നീഡ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പറയുന്നത് ഡെഫിസിറ്റ് നീഡ്സ് ആണ്. ഡെഫിസിറ്റ് നീഡ്സ് എന്ന് പറഞ്ഞാൽ പോരായ്മകൾ. രണ്ടാമത്തെ പറയുന്നത് ഗ്രോത്ത് നീഡ്സ് ആണ്. നമുക്ക് ഗ്രോത്ത് ചെയ്യാൻ വേണ്ടി വളർച്ചയ്ക്ക് ആവശ്യമുള്ള നീഡ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. The deficit need consists of psychological requirements such as hunger, thirst, ചില നമുക്ക് വിശപ്പ്, ദാഹം, അതൊക്കെയാണ് എവിടെ വരുന്നത്, ഡെഫിസിറ്റ് നീഡ്സിൽ വരുന്നത്. Once these needs are fulfilled, the person try to safety need. അപ്പൊ ആദ്യം ഫിസിയോളജിക്കൽ നീഡ്സ് ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും, ആ കുട്ടി സേഫ്റ്റി നീഡ്സിലേക്ക് പോകും. Then belongingness needs and extreme needs. എന്നിട്ട് belongingness needs, extreme needs ആണ് അച്ചീവ് ചെയ്യും. Under growth need, there is only one need such as self-actualization need. അപ്പൊ ഗ്രോത്ത് നീഡിലേക്ക് വരാണെങ്കിൽ ഏത് നീഡ് മാത്രമേ ഉള്ളൂ, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് മാത്രമേ ഉള്ളൂ. ഓക്കെ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നീഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീഡ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ് കേട്ടോ. എന്നാൽ അവരോട് ഭയങ്കര ഇഷ്ടമാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത്. ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു നീഡാണ്. Okay, Maslow as a humanist. 1 minute, I will read out. Maslow as a humanist believed in individual difference and in degrees of humanist. The order of needs begin from basic survival to higher order level. Basic മുതൽ higher level വരെയാണ് അതിന്റെ ഓർഡർ. നമ്മൾ താഴത്തു നിന്നാണ് ആ ഓർഡർ മുകളിലേക്ക് പോകുന്നത്. They are physiological needs, safety needs, love and belongingness need, esteem needs and self-actualization need. അപ്പോൾ ആദ്യം വരുന്നത് ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. ഫുഡ് ആൻഡ് ഷെൽട്ടർ, ഫുഡ് ആൻഡ് ഷെൽട്ടർ. പിന്നെ സേഫ്റ്റി നീഡ്സ്, പിന്നെ ലവ് ആൻഡ് ബിലോങ്നെസ് നീഡ്സ്, പിന്നെ എക്സ്റ്റീം നീഡ്സ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. താഴെ നിന്നാണ് മുകളിലേക്ക് പോകുന്നത്. സാറ്റിസ്ഫാക്ഷൻ ഓഫ് സൈക്കോളജിക്കൽ നീഡ് ഈസ് ഇന്നവിറ്റബിൾ ഫോർ സർവൈവൽ. ഒരു വ്യക്തിക്ക് സർവൈവലിന് വേണ്ടിയിട്ട് ഇന്നവിറ്റബിൾ ആയിട്ടുള്ള ഒരു നീഡാണ് എന്ത്, ഫിസിയോളജിക്കൽ നീഡ് എന്ന് പറയുന്നത്. When these needs are not fulfilled for long time, ഒരുപാട് നാളത്തേക്ക് ഈ നീഡ്സ് ഫുൾഫിൽ ചെയ്തില്ലെങ്കിൽ
അതർ നീഡ്സ് വിൽ റിട്ടൈൻ ടു ബി ദ ബാക്ക്ഗ്രൗണ്ട്. ബാക്കി എല്ലാ നീഡ്സും അവിടെ ബ്ലോക്ക് ആയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ഉണ്ടാവും, അച്ചീവ് ചെയ്യാത്ത റിട്ടൈൻ ചെയ്ത് നിൽക്കും. മാസ്ലോ മേക്ക് ദ ഡിഫറൻസ് ബിറ്റ്വീൻ നീഡ് ഡിപ്രിവേഷൻ ആൻഡ് നീഡ് ഗ്രാവിറ്റേഷൻ. ഓക്കെ, രണ്ട് ഇല്ലായ്മയും അതേപോലെ തന്നെ സംതൃപ്തിയും. ഡിപ്രിവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലായ്മ, നീഡില്ലാത്തൊരവസ്ഥ. നീഡ് ഗ്രാവിറ്റേഷൻ എന്ന് വെച്ചാൽ സംതൃപ്തി, നമ്മൾ ആ നീഡ് അച്ചീവ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഹാപ്പിനെസ്. When a boy or girl is devoid of food, he or she will be motivated to do something to be dominant. ഒരു കുട്ടിക്ക്, ആൺകുട്ടിക്ക് പെൺകുട്ടിക്കോ ഭക്ഷണം കിട്ടുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും അവർ വിശപ്പ് മാറിക്കഴിഞ്ഞാൽ നമ്മൾ പറയും കുട്ടികൾക്ക് വിശപ്പ് മാറിക്കഴിഞ്ഞാൽ അവർ നടന്ന് കളിച്ചോളും, അവർക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, കുറുമ്പൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ നമ്മൾ പറയും. A children do not know the method to how to protect themselves. They must be properly protected. കുട്ടികൾക്ക് അറിഞ്ഞൂടെ എങ്ങനെ പ്രൊട്ടക്ട് ആവണം എന്ന് അവർക്ക് സ്വയം അറിഞ്ഞൂട. സോ അതുകൊണ്ട് നമ്മൾ അവരുടെ ഒരു ഏജ് ആവുന്നത് വരെ ഫുൾ പ്രൊട്ടക്ഷൻ ആര് പ്രൊവൈഡ് ചെയ്യണം? നമ്മൾ പാരന്റ്സ് പ്രൊവൈഡ് ചെയ്യണം. ലവ് ആൻഡ് ബിലോങ്നെസ് നീഡ് ഈസ് ബേസ്ഡ് ഓൺ ദ സോഷ്യൽ ഡെവലപ്മെന്റ് ഓഫ് ദ ഇൻഡിവിജ്വൽ. ലവും ബിലോങ്നെസ് നീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിയുടെ സോഷ്യൽ ഡെവലപ്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. Children who have been devoid of love frequently develop symptom of maladjust. ഇപ്പൊ സ്നേഹം കിട്ടാതെ വളർന്ന കുട്ടികൾക്കാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് സൊസൈറ്റി ആയിട്ട് അഡ്ജസ്റ്റ് ആവാനായിട്ട് അവർക്ക് പറ്റില്ല. അപ്പൊ അച്ഛനമ്മയും കെയർ കിട്ടാതെ വളർന്ന കുട്ടികൾ, ചിലപ്പോൾ പാരന്റ്സ് പുറത്ത് ഗൾഫിലോ അല്ലെങ്കിൽ പുറം രാജ്യത്ത് എവിടെയെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ സിംഗിൾ പാരന്റ് ആയിരിക്കും, പാരന്റ്സ് മരിച്ചിട്ടുള്ള ഇതുമാകാം. അപ്പൊ അങ്ങനത്തെ കുട്ടികളാണെങ്കിൽ മാലഡ്ജസ്റ്റ് ഭയങ്കര പ്രശ്നമുള്ള കുട്ടികളായിരിക്കും. ഭയങ്കരമായിട്ട് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റില്ല. ദ നീഡ് ഫോർ ലവ് ആൻഡ് അഫെക്ഷൻ എമർജ് ഡ്യൂറിങ് ഇൻഫാൻസി. ഈ ലവ് ആൻഡ് അഫെക്ഷൻ അവർക്ക് ഇൻഫാൻസി സ്റ്റേജിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. വെൻ അഫെക്ഷനേറ്റ് റിലേഷൻഷിപ്പ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ദേ ബിക്കം പവർഫുൾ ഫോഴ്സ് ഫോർ മോട്ടിവേഷൻ. അഫെക്ഷനേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു പാരന്റായോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ അത് ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള മോട്ടിവേഷൻ ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ പറയും, ചിലപ്പോ പെൺകുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ അഫെക്ഷൻ ആരോടായിരിക്കും? അച്ഛന്മാരോടായിരിക്കും. അച്ഛൻ പറയുന്ന എല്ലാം നീ കേൾക്കും, അമ്മ പറയുന്ന കേൾക്കില്ല. അപ്പൊ അവരെ മോട്ടിവേറ്റ് ചെയ്യാനും അവരെ സപ്പോർട്ട് ചെയ്യാനും അവരെ ഗൈഡ് ചെയ്യാനും ഏറ്റവും കൂടുതൽ പറ്റുന്ന ആർക്കായിരിക്കും? അച്ഛന്മാർക്കായിരിക്കും. അതേ സംബന്ധിച്ച് ആൺകുട്ടികളുടെ കേസിലാണെങ്കിൽ അമ്മമാർക്കായിരിക്കും അവർക്ക് കൂടുതൽ അഫെക്ഷൻ ആരോടായിരിക്കും? അമ്മമാരോടായിരിക്കും. അപ്പൊ അമ്മമാർക്കായിരിക്കും കുട്ടികളെ തിരുത്താനും ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനൊക്കെ പറ്റുന്നത്. A teacher who is warm-hearted is always liked by the students. നല്ല സ്നേഹത്തോടുള്ള ഒരു ടീച്ചർ ആണെങ്കിൽ എല്ലാ കുട്ടികൾക്കും ഇഷ്ടമായിരിക്കും. Thus, the need emphasize on the need for identification with the group life. So, ആ കുട്ടികൾക്ക് പെട്ടെന്ന് കള്ള മനസ്സിലാക്കാനും ഒക്കെ അവർക്ക് പറ്റും. The formation of the society is based on belongingness and love need. നമ്മുടെ സൊസൈറ്റിയുടെ ഫോർമേഷന്റെ ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബിലോങ്നെസ്സും അതേപോലെ തന്നെ ലവ് നീഡിന്റെയും ബേസിലാണ് നമ്മളുടെ സൊസൈറ്റി ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത്രയുമാണ് ഇവിടെ പറയുന്നത്. ഒരു വലിയ പാരഗ്രാഫ് ആയിരുന്നു. ഒന്ന് നീഡ് ഫോർ കൺസെപ്റ്റ്, ലാസ്റ്റ് പാരഗ്രാഫും കൂടി ഉണ്ട്. നിങ്ങളൊന്ന് റീഡ് ചെയ്ത് നോക്കി. ഇത്രയും കാര്യങ്ങൾ റീഡ് ചെയ്താൽ മനസ്സിലാകുന്നുണ്ടോ? അതേപോലെ ഡെഫിസിറ്റ് നീഡ്സ് ഏതെല്ലാമാണ്? 4 ഗ്രോത്ത് നീഡ്സ് ആണ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. അത് മാർക്ക് ചെയ്യണം കേട്ടോ. ഡെഫിസിറ്റ് നീഡ്സിന് എക്സാമ്പിൾസ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ സെൽഫ് ആക്ച്വലൈസേഷൻ ഉണ്ടാവും. അതിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് നോട്ട് ഇൻക്ലൂഡിംഗ് ഡെഫിസിറ്റ് നീഡ്, താഴെ പറയുന്നതിൽ ഏതാണ് ഡെഫിസിറ്റ് നീഡിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്? അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളൊന്ന് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കി നീഡ് കൺസെപ്റ്റ്.
റീഡ് ചെയ്ത് കഴിഞ്ഞാൽ പറയണോ കേട്ടോ. വലിയ പാരഗ്രാഫ് ആയിരുന്നു, ഞാൻ വേഗം കൊടുത്തു. റീഡ് ചെയ്ത് പറയണേ. ക്ലിയർ ആയോ എല്ലാവർക്കും വായിച്ചു കഴിഞ്ഞപ്പോ? ഈ ഒരു കാര്യം മറക്കരുത്, കാരണം എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഹയറാക്കി പഠിക്കാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഓക്കെ, അങ്ങനെയാണ്. എക്സാമ്പിൾ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഹയറാക്കി ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഓക്കെ. ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. എന്നിട്ട് ബാലൻസ് പാരഗ്രാഫ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഓക്കെ, അമൃത പറഞ്ഞോണ്ടാ. മേഘന എന്തെങ്കിലും പറയാനുണ്ടാടാ? മാം, ആസ് എ റിക്വസ്റ്റ് ക്ലാസ് കുറച്ച് സ്പീഡ് ഒന്ന് മാം, കുറച്ചൊന്ന് സ്ലോ ആയിട്ട് ഒന്ന് പറയാം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മാം, അതുകൊണ്ടാ. മലയാളി അല്ലേ? സ്പീഡ് മലയാളി ഇനി ഓക്കെ ആണ് മാം. മാം ഇങ്ങനെ സ്പീഡ് പോകുമ്പോ ഒന്നും മനസ്സിലാവുന്നില്ല, അതാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് വായിച്ച് അറിയുമായിരിക്കും മാം. മാം ഇന്നലെ ഒരു ബേസിക് പോയിന്റ് പറയുമ്പോൾ ഇച്ചിരി ഇതാവുന്നില്ല, അതുകൊണ്ടാണ്. എനിക്ക് കഴിഞ്ഞ ക്ലാസ്സിലും എനിക്ക് ശരിക്കും അത് ഇതായില്ലായിരുന്നു. അപ്പൊ ഞാൻ മിസ്സിനോട് ഈ ക്ലാസ്സിൽ ഒന്ന് പറയണം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇന്നത്തെ ക്ലാസ് ബാക്കിയുള്ളവർക്കൊക്കെയോ? ഞാനേ നോർമലി ആ ഒരു സ്പീഡാണ്. പിന്നെ ഈ ഒരു പോർഷൻ ഇത്തിരി ടഫാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ അത്യാവശ്യം ടഫായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്, അതുകൊണ്ടാണ്. പക്ഷെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ തന്നെ ഷെയർ ചെയ്യാനായിരിക്കും, അവരുടെ ഇമോഷൻസ് ഒക്കെ അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ഓക്കെയാണ് മാം. ഞാൻ ടെക്സ്റ്റ് വായിച്ചപ്പോ എനിക്ക് ഏകദേശം മനസ്സിലായി. എന്നാലും മാം ഇച്ചിരി ഒരു ഇതാണ്, അതൊന്ന് ഇതാക്കാൻ വേണ്ടിയായിരുന്നു. ഞാൻ നോക്കാം കേട്ടോ, സ്പീഡ് കുറയ്ക്കാനായിട്ട്. ഓക്കെ, അപ്പോ ഒന്ന് നന്നായിട്ട് റീഡ് ചെയ്ത് നോക്കി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ ഓക്കെ, അമൃത സൈൻ ഔട്ട് പറഞ്ഞോടാ. Good morning, Abarna ma'am, and good morning, my dear friends. Today we are discuss about socio-emotional needs, and I concluded with a thought. Every child is a different kind of a flower, and all together they make this world a beautiful garden. വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള പൂക്കളെ പോലെയാണ് കുട്ടികൾ. എല്ലാവരും ഒരുമിച്ച് ചേരുമ്പോൾ ഒരു ലോകം, ഒരു പൂന്തോട്ടമായി മാറുന്നു. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. Thank you, ma'am.